തഹജ്ജുദ് നിസ്കാരം, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരത്തിന് എഴുന്നേൽക്കാൻ താല്പര്യമുണ്ട്, പക്ഷെ എന്നാലും എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ളവര് ഇന്നു മുതൽ ഉറങ്ങുന്നതിന് മുമ്പ് നല്ലവണ്ണം വുദു എടുക്കണം. നല്ലവണ്ണം വുദു എടുത്തിട്ട് ഉറങ്ങുന്നതിന് മുമ്പുള്ള ആ ദിക്റുകൾ, സ്വലാത്തുകൾ, ആയത്തുകളൊക്കെ പറഞ്ഞു കിടക്കുക. എന്നിട്ട് മനസ്സിൽ കരുതണം, പഠിച്ചവനെ എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കണം, ആ ഒരു തഹജ്ജുദിന്റെ സമയത്ത് എന്നെ നീ എഴുന്നേൽപ്പിക്കണേ അല്ലാ എന്ന് അള്ളാനോട് പറഞ്ഞിട്ട് നമ്മൾ കിടക്കുക. ഇൻഷാ അല്ലാഹ് എഴുന്നേൽക്കും. മാത്രമല്ല, മഹത്തുക്കളായ ഒരുപാട് പണ്ഡിതന്മാര്, ഒരുപാട് സൂഫിയാക്കളും ഒരുപാട് ഔലിയാക്കളും അവരൊക്കെ സാധാരണക്കാരായ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ്, തഹജ്ജുദ് നിസ്കരിക്കാൻ താല്പര്യമുണ്ട് പക്ഷെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എന്ത് ചെയ്യാം? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ്, വെള്ളിയാഴ്ച രാവിലെ പകലിലൊക്കെ ഓതുന്ന സൂറത്താണല്ലോ സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 4 ആയത്തുകൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടക്കുക. എന്നിട്ട് അല്ലാഹുവേ, ഞാൻ ഓതിയിട്ടുണ്ട്, ഈ ആയത്തിന്റെയൊക്കെ പ്രതിഫലം കൊണ്ട്, മഹത്വം കൊണ്ട്, ഇതിന്റെയൊക്കെ ഹക്ക് കൊണ്ട് എന്നെ നീ തഹജ്ജുദിന് എഴുന്നേൽപ്പിക്കണേ അല്ലാ എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് ഉറങ്ങുക. ഇൻഷാ അല്ലാഹ് ഉറപ്പാണ്, ഏത് കട്ടിയുള്ള അലാറത്തെക്കാളും വലിയ കട്ടിയുള്ള ഒരു അലാറമാണ് നമ്മൾ ഓതുന്ന ഈ 4 ആയത്തുകൾ, സൂറത്ത് കഹ്ഫിലെ അവസാനത്തെ 4 ആയത്തുകൾ. ഏതൊക്കെയാണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا قل لو كان البحر مدادا لكلمات ربي لنفذ البحر قبل أن تنفذ كلمات ربي ولو جئنا بمثله مددا قل إنما أنا بشر مثلكم يوحى إلي أنما إلهكم إله واحد فمن كان يرجو لقاء ربه فليعمل عملا صالحا ولا يشرك بعبادة ربه أحدا. ഈ 4 ആയത്തുകൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കിടന്നു നോക്ക്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തഹജ്ജുദിന് എഴുന്നേൽക്കാൻ പറ്റും. ഇത് മഹത്തുക്കളായ പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തന്നതാണ്.